മറ്റൊരു സ്ത്രീയുമായിട്ട് ഒരു ബന്ധത്തിലാവുകയും കുറേ ദൂരെ അങ്ങനെ ആ സ്ത്രീയോടൊന്നിച്ച് കഴിയുകയും ചെയ്യുമ്പോൾ ഇവരുടെ 2 കുട്ടികൾ അപ്പനില്ലാതെ അമ്മ 3 വീടുകളിൽ ജോലി ചെയ്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും അവൻ്റെ മനസ്സിലെ വലിയൊരു സങ്കടം അപ്പനുപേക്ഷിച്ചു. മറ്റൊരു മോൻ പറയുകയാണ്, സാറേ 7 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ അപ്പനും അമ്മയും തമ്മിൽ വലിയ കലഹത്തിലാണ്. അവർ 2 റൂമിലാണ് കിടന്നുറങ്ങുന്നത്. അവര് വാ തുറക്കുന്നുണ്ടെങ്കിൽ പരസ്പരം പരാതി പറയാനും പഴി പറയാനും കുറ്റപ്പെടുത്താനും തെറി വിളിക്കാനും വേണ്ടി മാത്രമാണ്, അല്ലാതെ അവർ തമ്മിൽ സംസാരിക്കില്ല. ഇപ്പോഴവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിവാഹമോചനത്തെ കുറിച്ചാണ്. ഞാൻ ഈ കഴിഞ്ഞ സമയങ്ങളിൽ റിട്ടയർ ആകുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ, 2 കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെച്ചത്. ഇത് കഴിയുമ്പോൾ നമ്മൾ കുടുംബങ്ങൾ പരിശോധിക്കുമ്പോൾ അറിയുമ്പോൾ മനസ്സിലാവുന്നത് നമ്മൾ പുറമേ കാണുന്നത് പോലെയല്ല. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, സഹോദരങ്ങളോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയും, ഭാര്യയോട് ഭർത്താവിനോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയും, അംഗീകാരം കിട്ടാത്തതിൻ്റെ വിഷമമുണ്ട്, സ്നേഹം കിട്ടാത്തതിൻ്റെ വിഷമമുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത് ഇതിനെല്ലാം ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. ഇതാണ് അപ്പസ്തോലന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുകയാണ്, ആകാശത്തിന് കീഴെ രക്ഷയ്ക്കായി മനുഷ്യർക്ക് വേണ്ടിയിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇതാണ് ഈ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ന്യൂ ഇയറിലേക്ക് നമ്മൾ പ്രവേശിച്ചതേ ഉള്ളൂ. ലോകം മുഴുവനും ഈ വിമോചകനെ കുറിച്ചുള്ള ഓർമ്മകളിലാണ്. ശരി, സ്വർഗം വിട്ടിറങ്ങിയ ഒരു ദൈവത്തെ, മനുഷ്യന് വേണ്ടിയിട്ട് പീഡകളേറ്റ് മരിച്ച ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും വലിയ ഒരു കരുണയെ പ്രഘോഷിക്കാതെ പറയാതെ അവൻ മരിച്ചവനല്ല. അവൻ പറഞ്ഞതുപോലെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ, പാതാളത്തിൽ പോലും സദ്വാർത്ത, രക്ഷയുടെ സദ്വാർത്ത അറിയിച്ചിന്നും ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച്, ഈശോയെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്.